ഹായ് ഫ്രണ്ട്സ്, എന്താണ് തോട്ട്സ്? എന്താണ് ചിന്തകൾ? ചിന്തകളെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചിന്തകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ആദ്യം അറിയണം. ഓരോ ചിന്തകളും നാളത്തെ ഓരോ ക്രിയേഷൻസാണ്. നമ്മൾ എപ്പോഴൊക്കെ ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്ന അത്രത്തോളം തന്നെ ആ നിയമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നിയമം എന്ന് ഉദ്ദേശിക്കുന്നത് ആകർഷണ നിയമത്തെക്കുറിച്ചാണ്, അഥവാ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയും. നമ്മളുടെ ഓരോ ചിന്തകൾ വരുമ്പോഴും നമ്മളുടെ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ പാസ്റ്റിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ പാസ്റ്റ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു എന്നതാണ് നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾക്ക് ഒരു പാസ്റ്റിൽ ഒരു ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ നമ്മൾ റിപ്പീറ്റഡ് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ആ ഫിനാൻഷ്യൽ ഇഷ്യൂസുകൾ തന്നെ നമ്മുടെ ലൈഫിലേക്ക് റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം എന്താണ് ശരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ഈ ആകർഷണ നിയമം പ്രകാരം എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് തന്നെയാണ് നമ്മളുടെ ലൈഫ്. ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നാളത്തെ നമ്മളുടെ ക്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എത്രമാത്രം നമ്മുടെ തോട്ട്സിനെ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ ഓർത്തു തുടങ്ങിയാൽ ശരിക്കും നമ്മുടെ ലൈഫിനെ തന്നെ നമുക്ക് 360 ഡിഗ്രി നമുക്ക് ടേൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷ നിമിഷങ്ങളെയാണ് നിങ്ങൾക്ക് ആഗ്രഹം എങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കണം? ഏറ്റവും കൂടുതൽ സന്തോഷ നിമിഷത്തെക്കുറിച്ച് കൂടുതൽ നമ്മളുടെ ചിന്തകളിൽ ഇൻവോൾവ് ചെയ്യണം. മോസ്റ്റ് ആൾക്കാരും നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് വീണ്ടും അടുത്ത ഡേ നെക്സ്റ്റ് ക്രിയേഷൻസുകൾ മുഴുവനും എന്താണ് ഉണ്ടാവുന്നത്? ഈ നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ച് മാത്രം അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് ശ്രദ്ധയോടെ നിരീക്ഷിച്ചാൽ, നമ്മൾ ഇന്ന് എന്ത് ചിന്തിക്കുന്നു എന്നൊന്ന് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ ലൈഫിനെ നമ്മൾക്ക് തന്നെ ടേൺ ചെയ്യാൻ കഴിയും. ശരിക്കും ഒരു ചാലഞ്ച് പോലെ നമ്മളിത് ചെയ്തു തുടങ്ങുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നത്. ഞാൻ എൻ്റെ ലൈഫിനെ തന്നെ പലപ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ ലൈഫിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ്. എൻ്റെ ലൈഫിനെ ഞാൻ 360 ഡിഗ്രി എനിക്ക് മാറ്റാൻ കഴിയുന്നത് എൻ്റെ തോട്ട്സിനെ ഞാൻ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ തോട്ട്സിനെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിലെ അബണ്ടൻസും ഹാപ്പിനെസ്, ഹെൽത്ത്, വെൽത്ത് അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ഇത്രമാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ തോട്ട്സിനെ നിങ്ങൾ ഇന്നു മുതൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ എന്തൊക്കെ ചിന്തിക്കുന്നു? ഞാൻ എന്താണെന്ന് ചിന്തിക്കുന്നത്? ഓരോ നിമിഷവും നമ്മുടെ തോട്ട്സിനെക്കുറിച്ച് അവെയർ ആവാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ ലൈഫ് എൻറ്റയർലി ടേണായി തുടങ്ങും. ഇന്ന് എനിക്ക് നിങ്ങളോട് ഇത്രമാത്രം കാര്യങ്ങളെ പറയാനുള്ളൂ. ചിന്തകളെ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.